സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ ജനം വലഞ്ഞു. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലും കടകളിലും പ്രധാന റോഡുകളിലും വെള്ളം കയറി. തൃശൂർ കോഴിക്കോട് ദേശീയപാതയിലെ കാക്കഞ്ചേരിയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയത്ത് വെള്ളത്തിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിലും മഴ തുടരുകയാണ്. വർക്കല പാപനാശത്ത് കുന്നിടിഞ്ഞു. ആദ്യം കൊച്ചിയിൽ നിന്ന് PT മുഹമ്മദ് ജസീം, എന്താണ് സംഭവിക്കുന്നത്? നികേഷ്, കൊച്ചിയിൽ ഇപ്പോൾ മഴ ശമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ പെയ്ത മഴയുടെ ദുരിതം തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിൽക്കുന്നത് തമ്മനത്തെ ശാന്തിപുരം കോളനിയിലാണ്. ഇന്നലെ ഈ ഒരു പ്രദേശത്ത് വൈകിട്ട് 6 മണി മുതൽ ഈ ഒരു ഭാഗത്ത് വെള്ളം വലിയ തോതിൽ കയറുകയും ഒട്ടേറെ വീടുകളിലേക്ക് വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ടായി. വലിയ ദുരിതമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അവർ ഒരു രാത്രി ഉറങ്ങാതെ അവർ വെള്ളം ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികൾ ചേർന്നു. ചേച്ചി, എന്തായിരുന്നു ഇന്നലെ 6 മണി തുടങ്ങി എല്ലാം വെള്ളമാണ് മോനെ. വെള്ളം ഈ അറ്റം തുടങ്ങി അങ്ങേ അറ്റം വരെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഒന്ന് ചവിട്ടി നിന്ന് ഒരു മരുന്ന് കഴിക്കാൻ പോലും ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങാണ്ട് പറ്റൂല. അതുപോലും കഴിക്കാൻ ഇന്നലെ പറ്റിയിട്ടില്ല. എനിക്ക് ഒന്നാമത് അസുഖങ്ങളുള്ളതാണ്, സ്ഥിര അസുഖമാണ്. ആ മരുന്ന് എനിക്ക് ഇന്നലെ കഴിക്കാനും കൂടി പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ സത്യം പറഞ്ഞ് ഇത്ര നേരത്തിനുള്ള ഒരു ഗ്ലാസ് കാപ്പി അനത്തി കുടിക്കാൻ നമുക്ക് വരുന്നത്. ഇവിടെ എലിക്കാട്ടവും അഴുക്കൊക്കെ വന്ന് കയറി കിടക്കുകയും ഇതെല്ലാം. എപ്പോഴായിരുന്നു വെള്ളം? പിന്നീട് രാത്രി ആയിട്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കോരിക്കളയാണ് ചെയ്ത് പാരാക്ക് 11 മണി സമയത്തും ഒക്കെ കോരിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളം. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് ശമനം കിട്ടിയപ്പോൾ ഞാൻ കയറി കിടന്ന്. അല്ലാണ്ട് എന്ത് ചെയ്യും? എന്തോരം നേരം നമ്മൾ കുത്തിയിരിക്കും? 11 മണി 6 മണി തുടങ്ങി 11 മണി വരെ ഇരുന്ന്. അപ്പോഴാണ് ഇച്ചിരി പൊതുവേ ഇതുപോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പറയുന്നത്. ഈ ഭാഗത്ത് വെള്ളം അതീവ രൂക്ഷമായി തന്നെ കയറിയത് കൊണ്ട് വലിയ തോതിൽ ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. രാത്രി സമയത്ത് ഉറങ്ങാതെ ഇവർ നേരം വെളുപ്പിക്കുകയും വെള്ളം അവർ ഒഴിച്ച് കളയുകയും ചെയ്യുകയായിരുന്നു. ഈ ഒരു ഭാഗങ്ങളിലെല്ലാം ഇന്നലെ വെള്ളം വലിയ തോതിൽ ഉയർന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഭാഗങ്ങളിൽ മുട്ടിലേറെ വെള്ളം ആ രീതിയിലായിരുന്നു വെള്ളം കയറുന്നത്. ചേട്ടാ, എങ്ങനെയായിരുന്നു ഇവിടെ? അത് നമ്മൾ ഇവിടുത്തെ അടിസ്ഥാന മെയിൻ കാരണം ഈ ബ്ലോക്ക് വരാനുള്ള കാരണം ഈ കാണ ഉയർത്തണം. അതായത് കാനയില ഈ ഹൈറ്റ് കൂട്ടണം, ഉള്ളു കൂട്ടണം. 2 അടി ഉള്ളു കുറഞ്ഞിരിക്കണേ, പഴയ അളവിൽ കെട്ടിയിരിക്കണേണ് ഈ എന്താണ് കരിങ്കല്ല് കൊണ്ടിട്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യം ഇതുവരെയായിട്ട് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ടർമാർ ഇഷ്ടംമാരെ വന്നിട്ടുണ്ട്, പല ചാനലുകാരും വന്നിട്ടുണ്ട്, ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ കാണിച്ചു തരാം, എന്നാലാണ് ഇത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അത് കൗൺസിലർക്ക് അറിയാം. എന്നെ പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിയാണ്, ഉരുട്ടിക്കൊന്നില്ലെന്ന് മാത്രമുള്ളൂ, ഒറ്റക്ക്. ഈ കഴിഞ്ഞ പ്രാവശ്യം അതാണ് എൻ്റെ വീടൊക്കെ പൊട്ടിയിരിക്കണേ. വീടൊക്കെ എപ്പോഴാണ് വീണേന്ന് അറിയാൻ പറ്റില്ല, മരിക്കണ എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ് ഇപ്പം. ഒറ്റ ആൾക്കാരുണ്ടായിരുന്നില്ല. നമ്മൾ സത്യാവസ്ഥ പറയുമ്പോൾ സത്യത്തിന് മുമ്പിൽ ആരുമില്ല ഇവിടെ. ഇവിടെ അധികൃതരൊക്കെ എന്താണ് അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയണേ. ഇവിടെ അസോസിയേഷൻകാർ തുടങ്ങി എനിക്ക് വലിയ സപ്പോർട്ട് ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്കുന്നു. അതേ ഇവിടെ ഈ നാനാട്ട് ഉണ്ടായിരുന്നു, സ്റ്റീപ്പൻ നാനാട്ട്, അവരുടെ കമ്പനിയാണിത്. അങ്ങനെ അവിടുത്തെ റിപ്പോർട്ട് എടുക്കാനുള്ള ആരും എന്താണെന്ന് എനിക്കറിയില്ല. വേറെ രഹസ്യ സ്വഭാവം ഉണ്ടാന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ വെള്ളത്തിൽ ഇവിടെ പാർട്ടിയില്ല, ഒന്നുമില്ല, എല്ലാവരും അനുഭവിക്കണാണ് അല്ലേ? അതല്ലേ സത്യാവസ്ഥ? ഈ രീതിയിലാണ് നികേഷ് ഇവിടെ പറയുന്നത്. ഇവിടെ പല ഭാഗങ്ങളിലും ഈ ഒരു പ്രദേശത്തെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം വലിയ രീതിയിൽ